Hey everybody, back with another video. Like and subscribe, etc. etc. Hey everybody, welcome back to the channel friends. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ആണ്, അല്ലെങ്കിൽ ആഡ് ടു വാച്ച് ലിസ്റ്റ് എന്ന് പറയാം. കാരണം നിങ്ങൾ കണ്ടിരിക്കേണ്ട 3 TV സീരീസിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഈ TV സീരീസ് ആനിമെ റിലേറ്റഡ് ആണ്. സോ എന്തുകൊണ്ട് ആനിമെ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഇപ്പോൾ കറന്റ്ലി ട്രെൻഡിങ്ങും പോപ്പുലറും ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരു ജോണറാണ് ഇപ്പോൾ എല്ലാ ഏജിന്റെ ഇടയിലും. ആൻഡ് കറന്റ്ലി ഇപ്പോൾ ഒരു നല്ല ഓളം സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആനിമേസ്, മൂവീസ് ആണെങ്കിലും സീരീസസ് ആണെങ്കിലും. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ പോപ്പ് കൾച്ചറും റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഈ ചാനൽ വരുന്നതാണ്. ആൻഡ് യു ഗൈസ് വിൽ നെവർ ബി ബോർഡ്. അപ്പോൾ ആനിമെ എന്തെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഹാൻഡ് ഡ്രോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ആനിമേഷൻ ആണ് ജപ്പാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി പറയുമ്പോൾ ജപ്പാന്റെ പുറത്ത് ആനിമെ എന്ന് ഉദ്ദേശിക്കുന്നത് ആനിമേഷൻ ക്രിയേറ്റഡ് ഇൻ ജപ്പാൻ തന്നെയാണ്. ആനിമയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1917 ഒരു ഏർലിയസ്റ്റ് ജാപ്പനീസ് ആനിമേഷൻ്റെ ഒക്കെ ഒരു ഇയർ പറയുകയാണെങ്കിൽ, പിന്നെ ഒരു പ്രോപ്പർ ആർട്ട് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തതിനെ പറയുകയാണെങ്കിൽ 1960s കാർട്ടൂണിസ്റ്റായ ഒസാമു ടെസൂക്ക എന്ന ആളാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചത്. പിന്നെ അതിന് ശേഷമാണ് വലിയ രീതിയിൽ ഇത് ഡെവലപ്പ് ആയത് ഡൊമസ്റ്റിക് ഓഡിയൻസിന് വേണ്ടിയിട്ട്. ആനിമെ പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ടെലിവിഷൻ വഴിക്കാണ്, അതുപോലെ തന്നെ ഹോം മീഡിയ, പിന്നെ ഇന്റർനെറ്റ്, പല രീതിയിലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആനിമയെ പറ്റി പറയുകയാണെങ്കിൽ കുറേയൊക്കെ ഒറിജിനൽ വർക്ക്സും ആണ്, അതുപോലെ തന്നെ ആനിമെ അഡാപ്റ്റേഷൻസും ആയിരിക്കാം ജാപ്പനീസ് കോമിക്സിന്റെ. എന്തുകൊണ്ട് ആനിമെ ഇത്ര ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെയിൻലി അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ, കളർഫുൾ ഗ്രാഫിക്സും അതുപോലെ തന്നെ വൈബ്രന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കിഡിലൻ സ്റ്റോറീസും കുറെ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ളതും ആണ് അതിലത്തെ ക്യാരക്ടേഴ്സൊക്കെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ദ ആക്ഷൻ സീക്വൻസസും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ കിഡിലൻ ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തീംസ് ഒക്കെ കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആനിമെ. അപ്പൊ നമുക്ക് എന്തായാലും ലിസ്റ്റിലേക്ക് വരാം. അപ്പോൾ 3 ആനിമെ TV ഷോസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ കൂടുതലും ഫിനിഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങി നെക്സ്റ്റ് സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ഞാനിപ്പോൾ ഈ ലിസ്റ്റിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഡെത്ത് നോട്ട് ആണ്. ഡെത്ത് നോട്ട് 2006 റിലീസ് ചെയ്തതാണ്. ഒറ്റ സീസൺ ആണുള്ളത്, 37 എപ്പിസോഡ്. ഡെത്ത് നോട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു മാംഗ സീരീസ് ആണ്, ഇതേ പേരിലുള്ളത് തന്നെ. ഇത് എഴുതിയിരിക്കുന്നത് സുഗുമി ഓബയും ഇത് ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ടാക്കഷി ഒബാട്ടയാണ്. ഈ ഒരു സീരീസിന്റെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ലൈറ്റ് യഗാമി. ഈ ഒരു കഥാപാത്രം ലോകത്തിലുള്ള എല്ലാ ഈവിൽ, അതായത് മൊത്തം മോശമായി നടക്കുന്ന കാര്യങ്ങൾ കളയാൻ നോക്കുന്നതാണ് ഒരു സൂപ്പർ നാച്ചുറൽ നോട്ട്ബുക്കായ ഡെത്ത് നോട്ട് കൊണ്ട്. ഈ ഒരു ബുക്കിനെ പറ്റി പറയുമ്പോൾ ഇതിൽ ആരുടെ പേരാണ് എഴുതുന്നത് ആ ഒരു ക്യാരക്ടർ മരണപ്പെടും. ആൻഡ് ഈ ഒരു ബുക്ക് ലൈറ്റിന് കൊടുത്തിരിക്കുന്നത് ഷിനിഗാമി ആയ റൂക്ക് എന്നൊരു ക്യാരക്ടർ. റൂക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിന് ഷിനിഗാമി വേൾഡ് ബോറടിക്കുമ്പോഴാണ് ഈ ഒരു നോട്ട്ബുക്ക് ഭൂമിയിലേക്ക് എറിയുകയും അത് ലൈറ്റ് യഗാമി കണ്ടുപിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു റൂക്ക് ഒരു ഷിനിഗാമിയാണ്. ഷിനിഗാമി എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജാപ്പനീസ് റിലീജിയനിലും കൾച്ചറിലും. മോൺസ്റ്റേഴ്സ് ആണ് ഇവർ കൂടുതലും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ സീരീസിൽ ഷിനിഗാമി റൂക്ക്. അടുത്ത സീരീസാണ് വൺ പഞ്ച് മാൻ. ഈ ഒരു സീരീസ് 2 സീസണാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 2015 ആദ്യത്തെ സീസൺ റിലീസ് ആവുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് ഇതേ പേരിലുള്ള ഒരു ജാപ്പനീസ് സൂപ്പർ ഹീറോ മാംഗ കോമിക്സിൽ നിന്നാണ്. ആൻഡ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആണ്. ഇതിന്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ സായ്താമ എന്നൊരു സൂപ്പർ ഹീറോനെ പറ്റിയിട്ടാണ്. ഈ ഒരു സൂപ്പർ ഹീറോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ആരെ വേണമെങ്കിലും ഒറ്റ പഞ്ചുകൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന പുള്ളിക്കാരൻ്റെ ഒരു ജീവിതമാണ് ഈ ഒരു സീരീസിൽ. ആൻഡ് ദ ആക്ഷൻ സീൻസ് ആർ റിയലി ഗുഡ്. അതിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. ആൻഡ് അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് കാണാൻ നല്ല രസമാണ്. ആൻഡ് അഫ്കോഴ്സ് ഇതിന്റെ മെയിൻ ക്യാരക്ടറാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുക. ഇത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവാന്നുള്ളത് അറിയാണ്ട് ഓരോ എപ്പിസോഡും അത്ര ത്രില്ലിംഗ് ആയിരിക്കും. ഈ ഒരു സീരീസിന്റെ 3rd സീസൺ അനൗൺസ് ചെയ്തിരുന്നു. ബട്ട് ദർ ഇസ് സ്റ്റിൽ നോ ഇൻഫർമേഷൻ എപ്പോൾ റിലീസ് ആവുന്നോ വരുന്നുണ്ടോ എന്നൊന്നും ഇപ്പോഴും അവൈലബിൾ അല്ല ന്യൂസ്. ഈ ലിസ്റ്റിലത്തെ അവസാനത്തെ സീരീസ് ആണ് അറ്റാക്ക് ഓൺ ടൈറ്റൻസ്. ഇതും ഇതേ പേരുള്ള ഒരു മാംഗ സീരീസിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്രിയേറ്റർ ഹാജിമെ ഇസായാമയാണ്. ഇതൊരു ഡാർക്ക് ഫാന്റസി ആനിമി സീരീസ് ആണ്. ആൻഡ് ഇത് 2013 ഇതിന്റെ ഫസ്റ്റ് സീസൺ വന്നതും 2023 ഇത് അവസാനിക്കുകയും ചെയ്തു.
ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നടക്കുന്ന കഥയാണ്. മനുഷ്യന്മാരെല്ലാവരും കൂടി വലിയ ചുമരുകളുടെ പിന്നിൽ താമസിക്കുകയാണ്. കാരണം ഈ ചുമരിന്റെ അപ്പുറത്ത് മനുഷ്യന്മാരുടെ രൂപമുള്ള വലിയ സൈസിലുള്ള ടൈറ്റൻസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. ഇതിലത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എറിൻ യേഗർ, അയാളുടെ ഫ്രണ്ട്സ് ആയ മിക്കാസ ആക്കർമാൻ, പിന്നെ അർമിൻ ആർലർ. ഇതിന്റെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുമ്പോൾ ഇവരുടെ ഹോം ടൗണിനെ ഒരു കൊളോസൽ ടൈറ്റൻ ബ്രീച്ച് ചെയ്യുകയാണ്. ആ വോള് നശിപ്പിച്ച് ഉള്ളിൽ വരികയും ആ ഒരു സിറ്റി കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയും കുറേ മനുഷ്യന്മാരെ കൊല്ലുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ എറിൻ ഒരു എലീറ്റ് സോൾജേഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് ടൈറ്റൻസിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ സീരീസിൽ കാണുന്നത് എറിന്റെ ആ ഒരു ജേർണിയാണ് സർവേ കോപ്സ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ടൈറ്റൻസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അവരുടെ ഒറിജിനും ഹിസ്റ്ററിയും അറിയാനായിട്ട്. ഭയങ്കരമായിട്ട് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് 2013 ഇറങ്ങിയ ഈ ഒരു സീരീസിന്. കണ്ടമാൻ ആൾക്കാർ ഇതിനൊരു ടാഗും ചെയ്തിരുന്നു, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആനിമേ സീരീസ് ഓഫ് ഓൾ ടൈം എന്നുള്ളത്. എന്തായാലും ഇതൊരു മസ്റ്റ് വാച്ച് സീരീസ് തന്നെയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. സോ ഡു വാച്ച്. ആൻഡ് ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഡു ചെക്ക് ഔട്ട് ദീസ് സീരീസ്. ഇനിയും വേറെ ലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും ആനിമേ മൂവീസ് അല്ലെങ്കിൽ TV ഷോസ് ആയിട്ട്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.